സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തലായിരുന്നു അടുത്തുചേരുന്ന UDF യോഗത്തിന്റെ മുഖ്യ അജണ്ടയെങ്കിലും മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഉയർന്ന സ്വഭാവ ദൂഷ്യ ആരോപണങ്ങളും ഇതേ തുടർന്നുണ്ടായ വിവാദങ്ങളും യോഗത്തിൽ മുഖ്യ ചർച്ചയാകും. പ്രശ്നം UDF യോഗത്തിൽ ഉന്നയിക്കുമെന്ന് PC ജോർജ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വ്യാഴാഴ്ച UDF ചേരുമ്പോൾ PC ജോർജിനെതിരെ ഗണേഷ് കുമാർ നൽകിയ പരാതി UDF നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട്. പ്രശ്നം UDF വിശദമായി ചർച്ച ചെയ്യുമെന്ന് കൺവീനർ PP തങ്കച്ചൻ തന്നെ വ്യക്തമാക്കി. പുതിയ വിവാദത്തിൽ ഏറെ കരുതലോടെ നീങ്ങാനാണ് UDF നേതൃത്വത്തിന്റെ തീരുമാനം. പത്രവാർത്തയെ തുടർന്ന് ഗണേഷ് കുമാറിന്റെ പേര് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള PC ജോർജിന്റെ നടപടി മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ലെന്ന് പൊതു അഭിപ്രായമുണ്ടെങ്കിലും പുതിയ വിവാദത്തിൽ ഏറെ വില കൊടുക്കേണ്ടി വരിക ഗണേഷ് കുമാർ തന്നെയായിരിക്കും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദത്തിന് മുമ്പ് തന്നെ ഗണേഷ് കുമാറിന്റെ ഭാര്യ യാമിനി തങ്കച്ചി പ്രശ്നം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായാണ് സൂചന. അങ്ങനെയെങ്കിൽ ചീഫ് വിപ്പും മന്ത്രിയും തമ്മിലുള്ള വിവാദമായി മാത്രം പ്രശ്നത്തെ ഒതുക്കാനാവില്ല. ഇതിനു പുറമെ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് നീക്കണമെന്നുള്ള ബാലകൃഷ്ണപിള്ളയുടെ സമ്മർദ്ദവും ഗണേഷ് കുമാറിന് പുതിയ സാഹചര്യത്തിൽ കൂടുതൽ വെല്ലുവിളിയാകും. വിവാദത്തിൽ കൂടുതൽ പരസ്യ പ്രസ്താവനകൾക്ക് UDF നേതാക്കൾ തയ്യാറായിട്ടില്ല. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനില്ലെന്ന് മന്ത്രി KM മാണി വ്യക്തമാക്കി. എനിക്ക് പരാതി കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ മറുപടി തരാൻ, ഞാൻ അതിന്മേൽ കമന്റ് ചെയ്യാനായിട്ട് തയ്യാറല്ല. ഓരോ വാക്കുകളും പറഞ്ഞ് അത് നമ്മൾ ഇഗ്നോർ ചെയ്യുക. നമ്മളിത് വീണ്ടും ചർച്ചയെ കൊണ്ടുവന്ന് വീണ്ടും ഇത് ചർച്ച ചെയ്യുന്നത് തന്നെയാണ് തെറ്റ്. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കമന്റ് ചെയ്യാനുണ്ട്. ഗണേഷ് കുമാറിനെതിരെയും പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. BJP പ്രവർത്തകർ പത്തനാപുരത്തെ ഗണേഷ് കുമാറിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. ഗണേഷ് കുമാർ അനുകൂലികൾ തിരുവനന്തപുരത്ത് R ബാലകൃഷ്ണപിള്ളയുടെയും PC ജോർജിന്റെയും കോലം കത്തിച്ചു. വിവാദം ശക്തമാകുമ്പോഴും ആലപ്പുഴയിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.